ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഒരു കട്ടൻ ചായയിൽ നിന്ന് തുടക്കം കേട്ടോ. കട്ടൻ ചായ ഇത് കുടിച്ചിട്ട് വേണം ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങാൻ, ജോലിയും കാര്യങ്ങളൊക്കെ. ഞായറാഴ്ചയല്ലേ, കുറേ ഞായറാഴ്ചകളായി വീട്ടിൽ ഇരുന്നിട്ട് കേട്ടോ. എല്ലാ ഞായറാഴ്ച ഓരോരോ കാര്യങ്ങൾ കാണും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ഞായറാഴ്ച വെളുപ്പിനെ പോകും. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച മോളുടെ വീട്ടിൽ പോയി. കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളത്തൊരു കല്യാണത്തിന് പോയി. ഈ ഞായറാഴ്ച എങ്ങും പോകുന്നില്ല എന്ന് ഒരു ശബ്ദം എടുത്ത് ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴാണ് അത്യാവശ്യങ്ങൾ വരുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പോയേ പറ്റുള്ളൂ. അത് കാരണം ഇന്ന് വീട്ടുജോലിയൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങണം ജോലികൾ. കണ്ടോ, അടിച്ചു വാരുന്നത്. ഈ ഭയങ്കര കാറ്റായിരുന്നു. 4 ദിവസം കൊണ്ട് നല്ല കാറ്റുണ്ട്, ജനുവരി കാറ്റ്. അത് ഫെബ്രുവരിയിലേക്ക് മാറി. ജനുവരി കാറ്റൊന്നും വീശിയില്ല കേട്ടോ, അതുകൊണ്ട് ഫെബ്രുവരിയിലായി കാറ്റ്. അപ്പോൾ ഭയങ്കരമായിട്ട് കരികിരയെല്ലാം പറന്ന് മുറ്റത്തൊക്കെ ചാടി കിടക്കുന്നു. കണ്ടോ, മുറ്റം തൂക്കണം. ഇന്ന് കംപ്ലീറ്റ് ക്ലീനിങ് ആണ്. ഞായറാഴ്ച പറ്റുന്നിടത്തോളം സമയം എന്നുണ്ട്. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടെങ്കിലും ശക്തിയില്ല, മഞ്ഞുള്ളത് കൊണ്ട്. നല്ല മഞ്ഞാണ്. മഞ്ഞ് കാരണം നല്ല ജലദോഷം, മഞ്ഞും തണുപ്പും രാത്രിയിലുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല ജലദോഷം ഉണ്ടായി. ഇനി വെയിലൊക്കെ തെളിഞ്ഞെങ്കിൽ ഈ ജലദോഷത്തിൻ്റെ ഒരു മാറ്റം വരുമോടെ. അപ്പോൾ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ രാവിലത്തെ ഒരു പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇതുണ്ട്, കരിയിലെല്ലാം ചാടി. ഇത് മരത്തിൻ്റെ ഇതുണ്ടോ, മരത്തിൻ്റെ തേക്ക് വര, അതിൻ്റെ കരിയില മുഴുവനും ചാടി നമ്മുടെ മുറ്റത്താണ് പകുതി വീഴുന്നത്. പകുതി അങ്ങനെ പറമ്പിലേക്ക് വെക്കണം. അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ നമ്മളൊരു രാവിലത്തെ ഒരു പരിപാടികളൊക്കെ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേശ്ശെയായിട്ട് ഇന്നൊരു ദിവസത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് പാറു എൻ്റെ അമ്മായി എന്ന ചാനലിൽ കാണുന്ന വീഡിയോ. കോവയ്ക്കകളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. പഴുത്ത് ഓരോന്ന് ഇത് കണ്ടോ, പഴുത്ത് താഴോട്ട് ഓരോന്ന് പൊഴിഞ്ഞ് കഴിക്കൊണ്ടിരിക്കുക. മണ്ടയ്ക്ക ഉണ്ടായി കിടക്കുന്നത്. മുളകുകളും ഇതുണ്ടോ, ഒട്ടുമാവ് ഒരെണ്ണത്തിന് കൊണ്ടുവച്ചിട്ട് 6-7 വർഷമായി. ഇത് കൊണ്ടുവച്ചാൽ പിറ്റേ കൊല്ലം പൂക്കും കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവച്ചതാണേ. ഒരു തീരുമാനമില്ലാതെ നിൽപ്പുണ്ട്. എവിടെയോ ഇതിനൊരു പൂ ഇട്ടിട്ടുണ്ട്, അടിവശത്ത് എവിടെയോ ഉണ്ടെന്ന് തോന്നണം. അത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ വെയിലിൻ്റെ ശക്തി കൊണ്ട് അതങ്ങ് ഉരുകി പോവുകയും ചെയ്യും. 4 ഒട്ടുമാവും 2-3 ഒട്ടുപ്ലാവും കൊണ്ടുവച്ചാൽ, ഒട്ടുപ്ലാവെല്ലാം എലി കളഞ്ഞു, തായ്വേര് കണ്ടുവച്ചാൽ അതെല്ലാം പോയി. പിന്നെ എപ്പോഴും ഒട്ടുമാവ് 2 നിൽപ്പുണ്ട് കേട്ടോ. പിറ്റേ വർഷം കായ്ക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുവച്ചിട്ട് 5 വർഷമായി, ഇതുവരെ കായ്ച്ചിട്ടില്ല. അങ്ങേ വശത്ത് തോരണുണ്ട്. അപ്പോൾ അതിലെയൊക്കെ കാണിക്കുമ്പോൾ അവിടെ കാണിക്കാവേ. ചെടികളൊന്നും ഈയിടെ ശ്രദ്ധിക്കാറില്ല കേട്ടോ, സമയം കിട്ടാഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ചെടികളൊക്കെ വെള്ളം കിട്ടാതെ വളവും കിട്ടാതെ കരിഞ്ഞ് ക്ഷീണിച്ച് കോലം കെട്ടൊക്കെ നിൽക്കുവാണേ. ഇതാണ് വീട്ടുവിശേഷങ്ങളൊക്കെ രാവിലത്തെ. 4 വശം അടിച്ച് വാരിയിട്ട് വീണ്ടും ഞാൻ കാണിച്ചു തരാം. എല്ലാം ഉണങ്ങി കരിഞ്ഞ് തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഫെബ്രുവരി ആയപ്പോഴത്തേനും ഇത്ര ഉണങ്ങി. ഇനി മാർച്ച് ഏപ്രിലാകുമ്പോഴത്തേനും ഈ പച്ചിലകളുടെ ഒന്നും തന്നെ കാണാനില്ലാണ്ടാവും നമ്മുടെ ഈ നാട്ടിലേക്ക് കേട്ടോ. ഉണങ്ങിയ കരിയിലെല്ലാം മുറ്റത്തേക്ക് പോരും. മരത്തിൽ നിന്നെല്ലാം കാറ്റടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അതാണ് നമ്മുടെ ഈ ഹൈ റേഞ്ചിലെ കുഴപ്പം. വേനലായി കഴിഞ്ഞാൽ എല്ലാ മരങ്ങളുടെയും ഇലകളെല്ലാം പൊഴിഞ്ഞ് മുറ്റത്തും പറമ്പിലും ചാടി അങ്ങനെ വെളുത്ത് കിടക്കും. മാവിൻ്റെ ഇല മാത്രം പൊഴിഞ്ഞിട്ടില്ല, അത് തളിരിട്ട് നിൽപ്പട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഒട്ടുമാവ് ഈ വശത്ത് നിൽക്കുന്ന ഒട്ടുമാവാണേ. ഒട്ടുമാവെന്നും പറയും, ശങ്കരേന മാവാണേ, അങ്ങനെയും പറയാം. വീട്ടിലാരും ഇരിക്കാത്തത് കൊണ്ട് വെള്ളങ്ങളൊന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് പൂച്ചെടികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. ഇനി എല്ലാം അടിച്ച് വാരാൻ തുടങ്ങും കേട്ടോ. മൊത്തത്തിലൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് ഈ പരിസരങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാട്ടോ. ഇനി എല്ലാം ക്ലീൻ ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. മുരിങ്ങയുടെ പൂവൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, എന്നാലും കുറച്ച് മുരിങ്ങ പൂവൊക്കെ എവിടെ നിൽപ്പുണ്ട്. അതൊന്ന്
പറിച്ചെടുക്കണം കറി വയ്ക്കാനായിട്ട്. കാരണം അതിൽ നിന്ന് വലിയ അധികം കായൊന്നും കിട്ടില്ല. 2 കൊല പൂവേന്നൊക്കെ 2 കായൊക്കെ കിട്ടുള്ളൂ. എന്നാൽ പിന്നെ പൂവങ്ങ് പറിച്ച് കറി വെക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങളെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഈ കോവലും തണ്ട് കയറിപ്പോയത്തേക്ക് ഇങ്ങനെ പോലെ മുകളിലൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. കൊലയായിട്ട് കിടക്കുന്നൊന്നും പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെയാണോ ഇത് കണ്ടോ. എൻ്റെ ശംഖുപുഷ്പത്തിനൊന്നും വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കണ്ടോ, അതെല്ലാം ഒന്ന് പാടി ഇതേ കായൊക്കെ ഉണ്ടായിട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ പയറുണ്ടായി ഉണങ്ങി പൊട്ടി തെറിച്ച് പോയി. ഇനിയിപ്പോൾ നിലത്ത് കിടന്ന് തൈകളൊക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഓരോ വശത്തെ ജോലികളൊക്കെ ഒതുക്കി വരുന്ന കേട്ടോ കാണുന്നത്. ഇതുണ്ടോ പട്ടിയുടെ കൂടെ പപ്പീനെ മറച്ചിട്ടേക്കുക. ഒരു സുപ്രഭാതത്തിൽ പപ്പി രാവിലെ എണീറ്റിപ്പം 3-4 കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് കിടക്കുകയാണേ. 6 കുഞ്ഞുണ്ടായിരുന്നു. ഒരെണ്ണം ചത്തു പോയിട്ട് ബാക്കി 5 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊരു തുണി ചാക്കുമൊക്കെ ഇട്ട് കൊടുത്ത് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അങ്ങ് കിടത്തിയേക്കുവാണേ. പ്രസവിച്ച് കിടക്കുന്ന പട്ടികൾക്ക് ഭയങ്കര ദേഷ്യം കൂടുമല്ലേ. അത് കാരണം ഒരാളൊക്കെ ചെന്ന് നോക്കിയാൽ കുഴപ്പമില്ല കേട്ടോ. പുള്ളിക്കാരി അതിൻ്റെ അടിയിലാണ് ചാക്കൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെ ആയിട്ട് കിടക്കുന്നതേ. അപ്പോൾ കാറ്റും തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി മറച്ച് കെട്ടിയിട്ടേക്കുക. പിന്നെ അടിയും മരുവൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ നോക്കുമ്പോൾ അവിടെ കുറച്ച് വിറകുകൾ കിടക്കുന്നു. ഇതുണ്ട്, ആ മരത്തിൻ്റെ കമ്പ് നേരത്തെ മുറിച്ചിട്ടിരുന്ന കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ അടിച്ചു മാരിയൊക്കെ ചെന്നപ്പോഴത്തേനും കുറേ വിറക് കിടക്കണം. ഇതിനെയെല്ലാം കൂടെ ഒടിച്ച് നുറുക്കി വെട്ടി ഒടിച്ച് അടുപ്പിൻ്റെ അടി കൊണ്ടാക്കണം. നന്നായിട്ട് കിലുകിലാന്ന് ഉണങ്ങി കിടക്കുവാണേ. അപ്പോൾ അതിനെയൊക്കെ ശരിയാക്കി അടുപ്പിൻ്റെ അടി കൊണ്ട് കിടക്കണം. അപ്പം അടിമാരും കഴിയുമ്പം അലക്ക്, പിന്നെ പാത്രം, കുറേ ദിവസങ്ങളൊക്കെ കൊണ്ട് മാറ്റി വെച്ചേക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതിനെയെല്ലാം തേച്ച് കഴുകണം. അടുക്കള കഴുകണം, ഒതുക്കണം ഒക്കെ ചെയ്യണം. പൂക്കളൊക്കെ വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കാതെ ഇരുന്ന് ചെടികളെല്ലാം വാടിപ്പറിഞ്ഞെല്ലാം പോയി കേട്ടോ. വൈകുന്നേരങ്ങളിൽ കുറച്ചൊക്കെ വെള്ളം ഒഴിക്കും. എന്നാലും ഇന്ന് കടുത്ത വെയിലായതുകൊണ്ട് ആ ഒഴിക്കുന്ന വഴിയാണ് വെള്ളമെല്ലാം അങ്ങ് വലിഞ്ഞു പോകും. അങ്ങനെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. കറുത്ത മണ്ണാണ് കേട്ടോ. വെള്ളം അങ്ങനെ അധികം തങ്ങി നിൽക്കില്ല, പശ കുറവാണ്. അതുകൊണ്ട് ഒഴിക്കുന്ന വെള്ളം ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കുകയില്ല കേട്ടോ. അങ്ങനത്തെ ഉള്ള ഒരു മണ്ണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും തണുപ്പ് നിൽക്കാൻ പാടാം. ഇതുണ്ടോ, എല്ലാം പാടിക്കരിഞ്ഞ് നിൽക്കുകയാണേ. പൂക്കളൊക്കെ ഉണ്ടായി കാര്യം നിൽപ്പുണ്ടായിരുന്നു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ വെറുതെ ഇരിപ്പുണ്ട്. ആ പാത്രത്തിലേക്കൊക്കെ കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ചെടികളെ പറിച്ച് മാറ്റിയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നടാനുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യണം. പൂച്ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ഞാൻ ചെയ്യും. ഇപ്പോഴൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് പൂച്ചെടി പരിപാലനത്തിലേക്കൊന്നും മാറാതെ. അല്ലെങ്കിൽ എൻ്റെ മുറ്റം നിറച്ച് കാന്താരി, ചീനി, വഴുതന, വെണ്ട, പാവൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മുറ്റത്തിൻ്റെ എർബിൽ കൂടെയും ചാക്കിൽ കൂടെയും ഒക്കെ നട്ട് വെക്കുന്നതാണ്. കണ്ടോ കോവൽ, അതിനകത്ത് എന്തുമാത്രം കോവയ്ക്ക് ഇറങ്ങുന്നത്. ഏണി വെച്ച് കയറണം അത് പറിക്കണമെങ്കിൽ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ കിടക്കും. ഇപ്പോൾ കയ്യെത്താവുന്നിടത്തൊന്നും വേണമെങ്കിൽ അത്യാവശ്യം 3-4 കിലോ പറിക്കാനുണ്ട്. സമയക്കുറവ് കൊണ്ട് അതെല്ലാം പഴുത്ത് ചീഞ്ഞതേണ്ട നല്ല പഴുത്ത് ചുമന്ന് കിടക്കുക കേട്ടോ. എല്ലാം താഴോട്ടും പോരുന്നുണ്ട്. അങ്ങനെ കുറേ അടിയും ആരും തെളിക്കലൊക്കെ കഴിഞ്ഞ് ഈ പരുവത്തിലിട്ട് നിൽക്കുവാണേ. ചുറ്റോട് ചുറ്റും ഒന്ന് തെളിച്ചു. ഇനി തുണി അലക്കിലേക്ക് മാറുവാണ്. തുണിയെല്ലാം അലക്കി പെറുക്കി വെയിലത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് അടുക്കളയിൽ കയറുന്നത്. അത്യാവശ്യത്തിന് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. രാവിലെ ഇന്ന് പ്രത്യേകിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. ചോറും 2 കൂട്ടം കറി, ഒരു തോരനുണ്ടാക്കി, ഒരു ചാറുണ്ടാക്കി, ഒരു മുട്ട പൊരിച്ചതുണ്ടാക്കി. കാരണം അത് പൊതി കെട്ടി കൊടുത്തു വിടാൻ വേണ്ടിയാണ് കൊച്ചിന്. അത് കാരണം ചെറിയ തോതിൽ സിമ്പിൾ കറി ചോറുമൊക്കെ ഉണ്ടാക്കിയുള്ള അതിൻ്റെ ഒന്നും വീഡിയോയ്ക്ക് പോയില്ല. അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇനി അലക്കൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ ഒന്ന് ഒതുക്കി എല്ലാം പെരയൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഒക്കെ ഇട്ടതിന് ശേഷമാണ് അടുത്ത വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ എന്തെങ്കിലും കുക്കിങ് വീഡിയോയിലേക്ക് പകർത്തും. നല്ല വെയിലാണ്, നല്ല വെയിലും ആ വെയിലിന് നല്ല കാഠിന്യവും. ഇപ്പോൾ ഒരു 11 മണി ആയുള്ളൂ. അതിന് ഭയങ്കര ചൂടാട്ടോ, നല്ല ചൂടാണ്.
ഇനി അങ്ങോട്ട് ഇപ്പം മകരം അവസാനിക്കാറായി. മകരം ഇന്ന് എത്രയാണ്? ഇന്ന് 27 എങ്ങാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ കുംഭം, മീനം, മേടം. ഈ മാസങ്ങളിൽ അന്യായ വെയിലും അന്യായ ചൂടുമാണ് ഞങ്ങളുടെ ഈ ഹൈ റേഞ്ച് മേഖലയിൽ. അപ്പോൾ പിന്നെ നാടൻ പ്രദേശത്ത് ഇതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ ചൂട് വരുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഒരുമാതിരി ജോലിയും പണികളൊക്കെ ഒതുക്കി കേട്ടോ. കണ്ടോ, അടിച്ച് വാരി തെളിച്ച് വെട്ടി തെളിച്ചൊക്കെ കയറി തുണിയൊക്കെ അലക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുടുംബശ്രീ ഉണ്ട്. അപ്പോൾ കുടുംബശ്രീക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അപ്പം നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ പൂച്ചെടികളുടെ ഇറച്ചിച്ച പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തേന് സമയമില്ല, അത് മറ്റൊരു ദിവസത്തേന് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത് പിന്നെ ആകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ കുടുംബശ്രീക്കൊന്ന് പോയിട്ട് വരാം. അത് കഴിഞ്ഞാണ് അടുക്കളയിലേക്ക് കയറുന്നുള്ളൂ. അടുക്കളയിൽ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല കേട്ടോ. കാരണം രാവിലെ അത്യാവശ്യം കഞ്ഞിയും കറിയൊക്കെ വെച്ചു. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു. ഇറച്ചിയോ മീനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇന്ന് വാങ്ങിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, ഇന്നുണ്ടാക്കുന്നുമില്ല. പച്ചക്കറികളുടെ ഇടപാട് മാത്രം. അപ്പോൾ കുറച്ച് തുണികളൊക്കെ അലക്കിയിട്ടു. പട്ടിക്ക് തീറ്റയൊക്കെ കൊടുത്ത് പട്ടീനെ സ്വസ്ഥമായിട്ട് സ്ഥലത്ത് ഇരുത്തി കേട്ടോ. വിറകുകളൊക്കെ കുടിച്ച് കൂട്ടി വെച്ച് ഞാൻ അടങ്ങി പെറുക്കി വലിച്ചിട്ടിരുന്നത്. അപ്പോൾ ഇനി 2-3 ആഴ്ചയായിരുന്നു കുടുംബശ്രീ കൂടിയിട്ട്. അപ്പോൾ കുടുംബശ്രീയൊക്കെ ഒന്ന് കൂടിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ. ഞങ്ങളെന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ കൂലിപ്പണി, നമ്മുടെ പറമ്പിലെ കുറച്ച് സ്വന്തം കൃഷിപ്പണി, കുറച്ച് കൂലിപ്പണി, കുറച്ച് കന്നാലി വളക്കലൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ഉപജീവന മാർഗം. കൂലിപ്പണിക്ക് പോകും, നമ്മൾ കണ്ടെത്തി കൃഷി ചെയ്യും. അതായത് നെൽകൃഷി, കപ്പകൃഷി, ഇഞ്ചി കൃഷി, ചേന അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആറ്റിൽ കുറേ തെങ്ങൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ഇപ്പോഴും. അല്ലാതെ വേറെ ഒരു കൃഷിയില്ല. മാവുണ്ട്, കുറച്ച് പ്ലാവുണ്ട്, 5-6 തെങ്ങുണ്ട്, ബാക്കിയെല്ലാം പോയി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയയാണിത്, സ്ഥലം. ഇത് അമ്മ താമസിക്കുന്ന വീട്. അപ്പം അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ കമ്മിറ്റി കൂടാനും കുടുംബശ്രീക്കൊക്കെ പോകുന്നത്. എൻ്റെ കൂടെ എപ്പോഴും ഇതിലെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പം ഞാൻ അമ്മയെ കാണിക്കാറുണ്ട്. പട്ടി സ്വാഗതം ചെയ്തു എന്നെ. 2 പട്ടികളും കൂടി. അപ്പം കൂട്ടുകാരി, നമ്മളിന്ന് ഞാൻ പറഞ്ഞതൊന്നും വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സ്പെഷ്യലൊന്നുമില്ല, ഇറച്ചി മീനൊന്നുമില്ല. സൺഡേയായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പോയാലേ എൻ്റേതായ വീട്ടിലെ ജോലികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഇതൊന്നും വേണ്ടാന്ന് വെച്ചു. അപ്പം ഞാനത് കാരണം വൈകിട്ട് ഒരു തക്കാളിക്ക മസാലയൊക്കെ ചേർത്തൊരു കുഴമ്പ് പരുവത്തിനൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തക്കാളിക്ക. അപ്പോൾ 2 സവാളയും 2 തക്കാളിയും കൂടി നന്നായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളക് ഇട്ട് 2-3 കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇതിലാണ് ചപ്പാത്തി. ഒരു കവർ ചപ്പാത്തി, കടയിലെ ചപ്പാത്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വൈകിട്ട് വരുമ്പോൾ ഒരു കവർ ചപ്പാത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കുറച്ച് അപ്പോൾ ഉരുട്ടും പരത്തും ഒന്നും ചെയ്യണ്ട. നമുക്കിവിടെ റേഷൻ കടയിൽ ആട്ടപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ അത് കുഴക്കണം, പരത്തണം, ഉരുട്ടണം. എനിക്ക് അതിനും സമയമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി വെച്ചേക്കെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കറി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു തോരൻ കറി, ഒരു കഞ്ഞിയായിട്ട് ഇരിക്കട്ടെ എന്ന് ഓർക്കുകയല്ലോ. കുക്കറിനകത്ത് കഞ്ഞിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്താഴത്തിന് ഒരു കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ച് തിളച്ച് പുറത്തൊക്കെ ചാടിയതാണ്. അപ്പോൾ പിന്നെ തോരൻ കറി ഇരിപ്പുണ്ട്. രാവിലത്തെ തോരനാണ്. അപ്പോൾ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. തീയൊക്കെ കൊടുത്ത് ഇപ്പം ഇതുണ്ടോ
ഈ തോരൻ കറിയുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അത്താഴം കഞ്ഞിയാക്കാം. എന്നാൽ ലഘുവായിട്ട് സിമ്പിളായിട്ട് എളുപ്പപ്പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു കറി ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ പിന്നെ ഇങ്ങനെയൊരു കറി ഉണ്ടാക്കാം, ചപ്പാത്തി റെഡിയാക്കാമെന്ന് വെച്ചു കേട്ടോ. ഞാനിതൊന്ന് കറിയാക്കി വെക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. പകല് മുറ്റടി, പാത്രം തേയ്, തുണി അലക്ക്, എന്നാലും എല്ലാം ഒന്നും തീർന്നിട്ടില്ല കേട്ടോ. തുണിയൊക്കെ പകുതി അലക്കിയിട്ടിട്ടേ ഉള്ളൂ. അതിനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ, അതേ പറ്റുമായിരുന്നുള്ളൂ. പിന്നെ പാത്രങ്ങൾ കഴുകി അടുക്കള വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെയ്ത് നടന്നു കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. കൊച്ചു വരുമ്പോൾ കുളിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പാണേ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ 9 മണി 10 മണി ആയാൽ ഭയങ്കര തണുപ്പാണ്, നേരം വെളുക്കുന്നവരെ. അപ്പോൾ അത് കാരണം ചൂടുവെള്ളം വേണം കുടിക്കാൻ. പിന്നെ അത് രാവിലെ എണീറ്റ് ചോറ് വെക്കണമല്ലോ, അതിനൊക്കെ കലമൊക്കെ തേച്ച് കഴുകി, അരി വാർക്കാനുള്ള കലങ്ങളും തേച്ച് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലത്തേനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ ഒതുക്കി. എന്നിട്ടാണ് ഇവിടുത്തെ പണികൾ. അപ്പോൾ ഇതിനെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ചപ്പാത്തി അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. ഇതുണ്ടോ, ചപ്പാത്തി അവിടെ അങ്ങനെ എടുത്ത് വെച്ചു. ഒരു 4 എണ്ണം ചുട്ടെടുക്കാമെന്ന് വെച്ചു. ഇതേ ഇങ്ങനെ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ, എണ്ണ ചേർക്കാതെ പൊള്ളി വരുന്ന രീതിയിൽ എടുക്കുന്നുള്ളൂ. എണ്ണ ഇച്ചിരി കുറച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതുണ്ട് തക്കാളിക്ക്, പിന്നെ എന്താ സവോള, രണ്ടും കൂടെ വെച്ചക്കറിയാണ്. ഇച്ചിരി ചിക്കൻ മസാല ചേർത്ത്, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഗ്രേവിയാണ്. കൊമളച്ച് വരുന്നുണ്ട്. ഇതാണ് ഈ ചപ്പാത്തിക്കുള്ള കറി. തീ ഓഫ് ചെയ്യട്ടെ. തീ കുറച്ചിട്ടത് കൊണ്ട് പൊങ്ങി വരും താമസിച്ചു കേട്ടോ. ഇനി തീ ഇച്ചിരി കൂട്ടി വെച്ചേക്കുവാണേ. നന്നായിട്ട് പൊങ്ങി വരട്ടെ. ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി പിന്നെ. അപ്പം വരവ് ചപ്പാത്തി ചുട്ടെടുത്തു കേട്ടോ. ഇത് അത്യാവശ്യം ചുട്ടെടുത്തു. സവാളയും തക്കാളിയും കൂടെ വഴറ്റി കറിയാക്കി. അപ്പം ഇത് 4 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി കഞ്ഞി കൂടിയില്ല, ചപ്പാത്തി മാത്രം കഴിച്ചേച്ച് കിടക്കും. ഞാനല്ല, എനിക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കണം. ഞാൻ കഞ്ഞി കുടിക്കുള്ളൂ, ശകലം കഞ്ഞി കുടിക്കും. ഗുളിക കഴിക്കണമല്ലോ. മരുന്നൊക്കെ കഴിക്കുമ്പം നമ്മൾ അല്പം കഞ്ഞി കഴിച്ചേ പറ്റുള്ളൂ. ഇതേ 1/2 കിലോ മോരമീൻ ചാറ് വെക്കുന്നു കേട്ടോ. ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് ഇട്ട് വഴറ്റുവാണ്. കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി പുളിയും വെള്ളവും ചേർത്ത് വെച്ചേക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പെറുക്കിയിടാവേ. പുളിവെള്ളത്തിനകത്തിട്ട് പുളിവെള്ളവും അരപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് പുളി ഇറങ്ങി, പുളി ഉപ്പ് നന്നായിട്ട് തിളച്ചു, അരപ്പും കൂടി എണ്ണയായിട്ട് മിക്സായതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണം പെറുക്കിയിടുന്നത്.
അപ്പോൾ ഇനി അത്ര പിന്നെ മസാലകളെല്ലാം കൂടെ മീനയിലും കൂടെ പിടിച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റി അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇറക്കാം. അപ്പോൾ മോതമീൻ കൂട്ടി കഴിക്കാനായിട്ട് ചെണ്ടക്കപ്പ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചെണ്ട വേവിക്കുക, അടുപ്പൊന്നും ഇട്ട് ഒഴിക്കുന്നില്ല കേട്ടോ. മീനിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്തു. തിള നിന്നിട്ടില്ല, തിള പയ്യെ തിളച്ച് വരുന്നു. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരല്പം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം, എന്നാൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പില്ല കേട്ടോ. ഉപ്പില്ല എന്നല്ല, അല്പം കുറവ്. പുളി മുന്നോട്ട് നിൽക്കുന്നു, പുളി നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്തു. ഇപ്പോൾ ഉപ്പ് പാകമാണ്. പിന്നെ ഈ കഷ്ണത്തിനും കൂടെ മീൻ നന്നായിട്ട് പുളി പിടിച്ചിട്ട് വേണം നമുക്ക് പുളി കഷ്ണങ്ങൾ എടുത്ത് മാറ്റാൻ. ചാറിന് നന്നായിട്ട് പുളിയുണ്ട്, കഷ്ണത്തേലേക്ക് പുളി ആയിട്ടില്ല. അപ്പം കഷ്ണത്തേലും കൂടെ നന്നായിട്ട് പുളി പിടിക്കട്ടെ. അതുവരെ നന്നായിട്ട് മൂടി വയ്ക്കാം. തീയൊക്കെ ഓഫ് ചെയ്തു. നമുക്ക് കപ്പയ്ക്ക് നല്ല വേവുണ്ട് കേട്ടോ. കുറേ സമയമായി അടുപ്പിൽ വെച്ചിട്ട്, പകുതി മുക്കാലും വെന്തിട്ടുള്ളൂ. അപ്പം ഈ മീനിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിച്ചോ എന്ന് നോക്കുകയും ചെയ്യാം. 2 കഷ്ണം കപ്പ കഴിക്കുകയും ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഒരു 2 കഷ്ണം കപ്പ എടുത്ത് നോക്കിയതാണ്. കപ്പയ്ക്ക് കയ്പുണ്ടോ വേകുമോ എന്നൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടി. ചെണ്ടക്കപ്പ എടുത്തു, കറി എടുത്തു കേട്ടോ. പപ്പയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുവാണേ. അപ്പം ഇനി ഇത് ഇങ്ങനെ തന്നെ കൂടി മൂടി വെക്കാം നമുക്ക്. പുളിയൊക്കെ പിടിക്കട്ടെ ശരിക്കും. കപ്പയും മീൻകറി. പക്ഷേ അരപ്പിട്ടിളക്കി മീൻചാറും കൂട്ടി കപ്പ തിന്നുന്നതാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ വീട്ടിൽ തന്നെയല്ല, പൊതുവേ എല്ലാവർക്കും ഇഷ്ടം. ഈ ചെണ്ടക്കപ്പയ്ക്ക് സാധാരണ കാന്താരി, ചുവന്നുള്ളി, ഉപ്പും വെച്ച് ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നതാണ് ചെണ്ടക്കപ്പയുടെ കറി. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കഴിക്കാൻ പോവുകയാണേ. പപ്പയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം.